لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين قال الله تعالى في قرآنه المجيد إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم صدق الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സച്ചരിതരായ വിശ്വാസി സമൂഹത്തിൽ ഉൾപ്പെടാൻ നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ച പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ, ദൗർബല്യങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫദല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജ് മാസം 9 ബന്ധപ്പെട്ട് അഥവാ അറഫയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു. നമുക്കിന്ന് അറഫ ദിനമാണ്. പക്ഷേ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഹജ്ജ് 10-ാം തീയതിയാണ്. പ്രാപഞ്ചിക
നിയമം അങ്ങനെയാണ്. സൂര്യൻ്റെ ഉദയാസ്തമയം, ചന്ദ്രൻ്റെ ഉദയാസ്തമയം അതങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം തീയതികൾ മാറി മാറിയാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സമയത്തിൽ വ്യത്യാസമുണ്ട്, ദിവസങ്ങളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് 10 ഇന്ന് ഹാജിമാർക്ക്. ദുൽഹജ്ജ് 10 എന്ന് പറയുമ്പോൾ അവർക്കവിടെ പെരുന്നാൾ അല്ല. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെരുന്നാൾ ഇല്ല. ഒരുപാട് കർമ്മങ്ങൾ അവർക്ക് ദുൽഹജ്ജ് 10 നിർവഹിക്കാനുണ്ട്. അറഫയിലെ നൃത്തം കഴിഞ്ഞ് ദുൽഹജ്ജ് 9 ഹാജിമാർ താമസിക്കുന്നത് മുസ്ദലിഫ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. മുസ്ദലിഫയുടെ മറ്റൊരു പേരാണ് മഷ്അറുൽ ഹറം. വിശുദ്ധ ഖുർആനിൽ മഷ്അറുൽ ഹറം എന്ന പേരാണ് വന്നിട്ടുള്ളത്. അന്ന് രാത്രി അവിടെയാണ് അവർ താമസിക്കുക, കിടന്നുറങ്ങുക എന്ന് പറയുമ്പോൾ ആകാശത്തെ മേൽക്കൂരയാക്കി, ഭൂമിയെ മെത്തയാക്കി, മറ്റൊന്നുമില്ലാതെ പച്ച മണ്ണിൽ ആ തെരുവിൽ അന്ന് രാത്രി കഴിച്ചു കൂട്ടണം എന്നതാണ് വ്യവസ്ഥ. ദുൽഹജ്ജ് 9-ാം തീയതി രാത്രി നമ്മൾ മുസ്ദലിഫയെ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ നാടോടികൾ കിടന്നുറങ്ങുന്ന പോലെ ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ കിടന്നുറങ്ങുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. അവിടെ പട്ടുമെത്തയില്ല, അവിടെ കൊട്ടാര സമാനമായ വീടുകളില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ നാടും തൻ്റെ വീടും തൻ്റെ സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ആ പച്ച മണ്ണിൽ ഹാജിമാർ കിടന്നുറങ്ങുന്നു. എന്താണ് അതിൻ്റെ യുക്തി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരെ പഠിപ്പിക്കുകയാണ്, നീ നിസ്സാരനാണ്, നിന്റെ സൗകര്യങ്ങളൊക്കെ താൽക്കാലികമാണ്. അള്ളാഹുവിൻ്റെ കണ്ണിൽ നീ നിസ്സാരനാണ്. നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീ ശുക്ർ ചെയ്യണം. ഈ അനുഗ്രഹങ്ങൾ ഇല്ലാതെ പോയാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഹാജിമാരെ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹജ്ജ് എന്നത് ഒരു തിരിച്ചറിവാണ് എന്ന് മഹാന്മാര് പറയാനും പഠിപ്പിക്കാനുമുള്ള കാരണം. ആ മുസ്ദലിഫയിൽ അഥവാ മഷ്അറുൽ ഹറാമിൽ അവർ കിടന്നുറങ്ങി. നേരം വെളുത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടുന്ന് 7 കല്ലുകൾ പെറുക്കിയെടുത്ത് നേരെ ഹാജിമാർ അഥവാ ദുൽഹജ്ജ് 10-ാം തീയതി ഹാജിമാർ പുറപ്പെടുന്നത് മിനായിലേക്കാണ്. മിനായിലേക്ക് പുറപ്പെടുക എന്നാൽ കല്ലെറിയാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ ജംറത്തുൽ അഖബ എന്ന് പറയുന്ന വലിയ ജംറയിൽ ഹാജിമാർ അന്ന് കല്ലെറിയുന്നു. മറ്റ് 2 ജംറകളിൽ കല്ലെറിയുന്നില്ല. ദുൽഹജ്ജ് 10-ാം തീയതി ജംറത്തുൽ അഖബയിൽ മാത്രമാണ് കല്ലേറ് നടക്കുക. 7 കല്ലുകൾ എറിയുന്നു. അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ കല്ലേറിന് ശേഷമാണ് ബലി നടക്കുക. അതിനുശേഷമാണ് തവാഫും സഅയും നടക്കുക. ഇപ്പൊ ദുൽഹജ്ജ് 10 എന്ന് പറയുന്നത് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഹജ്ജിലെ കർമ്മങ്ങളിൽ നമ്മെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു കർമ്മമാണ് തവാഫ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ നമ്മെ ആകർഷിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഹജ്ജിന്റെ ആത്മാവ് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ഒരു സത്യവിശ്വാസി ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ
അവനെ വല്ലാതെ ആകർഷിച്ചു കളയുന്ന ഒരു കർമ്മമാണ് തവാഫ്. അള്ളാഹുവിൻ്റെ വീടാണ് അവൻ കാണുന്നത്. അള്ളാഹുവിൻ്റെ വീടിന് ചുറ്റും 7 പ്രാവശ്യമാണ് അവൻ കറങ്ങേണ്ടത്. ആ കറക്കത്തിന് അറബിയിൽ പറയുന്ന പേരാണ് തവാഫ് എന്നത്. നമ്മൾ പ്രദക്ഷിണം ചെയ്യുക എന്ന് മലയാളത്തിൽ പറയും. പക്ഷേ പ്രദക്ഷിണം എന്ന വാക്കും തെറ്റാണ്. സാധാരണയായി പ്രദക്ഷിണം എന്ന് പറയുന്നത് സ്തൂപങ്ങളെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ, അതുമല്ലെങ്കിൽ പ്രതിഷ്ഠകളെ അല്ലെങ്കിൽ മൂർത്തികളെ വലം വയ്ക്കുക, അതിനെയാണ് മലയാള ഭാഷയിൽ പ്രദക്ഷിണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബിയിൽ ഉപയോഗിച്ച പദപ്രയോഗം തവാഫ് എന്നാണ്. അതിൻ്റെ യഥാർത്ഥ മലയാളം പരിക്രമണം എന്നാണ്. സാധാരണ പ്രദക്ഷിണം നടക്കുന്നത് ക്ലോക്ക് ബേസ് ആയിട്ടാണ്. ആ പ്രദക്ഷിണം ചെയ്യുന്ന വസ്തുവിനെ നമ്മുടെ വലതുഭാഗത്താക്കി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സാധാരണയുള്ള എല്ലാ പ്രദക്ഷിണങ്ങളും നടക്കുന്നത്. പക്ഷേ തവാഫ് എന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. കഅബാലയം നമ്മുടെ ഇടതുവശത്തായിരിക്കും. 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോഴും കഅബാലയം നമ്മുടെ ഇടതുഭാഗത്തായിരിക്കും. അങ്ങനെ കറങ്ങുന്നതിനെ തവാഫ് എന്ന് അറബിയിൽ പറയുമ്പോൾ മലയാള ഭാഷയിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല പദപ്രയോഗം പരിക്രമണം എന്നാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്രദക്ഷിണം എന്ന് പറഞ്ഞുപോയി, പഠിച്ചുപോയി. അത് ശരിയായ ഒരു വാക്കല്ല. അപ്പൊ 7 പ്രാവശ്യം ഇങ്ങനെ പരിക്രമണം നടത്തുക. തവാഫിന് വേണ്ടി ആ മത്താഫിൽ അഥവാ കഅബയുടെ ചോട്ടിൽ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ, ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനാണ് ഞാനും. ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കഅബയെ വലം വയ്ക്കുന്നു. കഅബ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വീടാണ്. അള്ളാഹുവിൻ്റെ വീട് എന്നത് ഒരു ബിംബമല്ല, ഒരു വിഗ്രഹമല്ല, മറിച്ച് അതൊരു ചിഹ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സംഗതികളെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിട്ട് നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓതി വച്ച ആയത്ത് ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ, സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. സഫ എന്ന കുന്ന്, മർവ എന്ന കുന്ന് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പൽ, ദേശീയ പതാക ഈ രാഷ്ട്രത്തിൻ്റെ ചിഹ്നമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓരോ രാജ്യങ്ങൾക്കും ഒരു ചിഹ്നമുണ്ട്, ഒരു സിമ്പലുണ്ട്. ആ സിമ്പൽ എന്ന് പറയുന്നത് അതിൽ ദിവ്യത്വമില്ല എന്നാണ് അതിൻ്റെ ആശയം. ദേശീയ പതാകയെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ദേശീയ പതാകയെ അനാദരിക്കൽ രാജ്യദ്രോഹപരമായ കുറ്റമാണ്. അപ്പൊ ദേശീയ പതാക ഈ രാഷ്ട്രത്തിന്റെ ചിഹ്നമാണ് എന്ന് പറയുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന പോലെ ദേശീയ പതാകയെ നമ്മൾ സ്നേഹിക്കുന്നു, ദേശീയ പതാകയെ നമ്മൾ ആദരിക്കുന്നു, ദേശീയ പതാകയെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇതുപോലെ തന്നെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെയും നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് കഅബ, അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് സഫയും മർവയും, അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് ബലിമൃഗം. ഇതേപോലെ അള്ളാഹുവിന് വേറെയും ചിഹ്നങ്ങളുണ്ട്. ഈ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കലും ബഹുമാനിക്കലും അതിൽ ദിവ്യത്വം എന്ന ഒരു സംഗതി ഇല്ല, അഥവാ നമ്മൾ അതിനെ ആരാധിക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം ഒന്ന് ശരിക്ക് ചിന്തിച്ചാൽ മതി. ദേശീയ പതാകയെ മനുഷ്യർക്കിടയിൽ നമ്മൾ ചിഹ്നങ്ങളായി എപ്രകാരം കൊണ്ടു നടക്കുന്നുവോ അതുപോലെ വേറെയും ചിഹ്നങ്ങളൊക്കെ രാഷ്ട്രങ്ങൾ കൊണ്ട് അത് ഏത് രൂപത്തിൽ നമ്മൾ അതിനെ കാണുന്നുവോ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ കഅബയെ കാണുന്നത്. അള്ളാഹുവിൻ്റെ ചിഹ്നം, ആ അർത്ഥത്തിൽ കഅബയെ നമ്മൾ ആദരിക്കുന്നു, ആ അർത്ഥത്തിൽ കഅബയെ നമ്മൾ ബഹുമാനിക്കുന്നു. കഅബ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പടച്ചവനോടുള്ള പ്രീതിയും സ്നേഹവും ഇഷ്ടവും എന്തെന്നില്ലാത്ത രൂപത്തിൽ നിർഗളിക്കുന്നു.
കഅബയെ നോക്കുന്നു. കഅബയുടെ ഒരു ഭാഗത്തുള്ള ഒരു കല്ലിന്റെ പേരാണ് ഹജറുൽ അസ്വദ്. അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കുക. അവിടെ നിന്ന് ആരംഭിച്ച് അവിടെ എത്തുമ്പോൾ ഒരു തവാഫ് പൂർത്തിയായി. ഈ ഹജറുൽ അസ്വദ് എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത കല്ല് എന്നാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെയുണ്ട്. അതെല്ലാം വിട്ടുകളയുക. മറിച്ച് അതിനെ ഒരു കല്ലായി മാത്രം കാണുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ കല്ലിനെ ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ നിന്നെ ചുംബിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ചുംബിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നു. അപ്പൊ അതിനെ ഒരു കല്ലായി മാത്രം മഹാന്മാര് കണ്ടു. തവാഫ് ആരംഭിക്കാൻ പോകുന്ന സമയത്ത് ഒരു അടയാളം മാത്രമായി ആ കല്ലിനെ കണ്ടു. അതിനെ ചുംബിക്കാൻ സാധിക്കാത്തവർ അതിൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തവാഫ് ആരംഭിക്കുന്നു, അള്ളാഹുവെ നീയാണ് ഏറ്റവും വലിയവൻ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തവാഫ് ആരംഭിക്കുക. ഒരുപാട് മഹാന്മാരുടെ ചുംബനം ഏറ്റുവാങ്ങിയ ഒരു കല്ല്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ആ കല്ലിനെ ചുംബിച്ചിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്ന ഒരുപാട് അമ്പിയാക്കൾ ആ കല്ലിനെ ചുംബിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് അമ്പിയാക്കളുടെ കരസ്പർശം ഏറ്റുവാങ്ങിയ ഒരു കല്ല് എന്ന അർത്ഥത്തിൽ ചരിത്രപരമായ ഒരു പ്രാധാന്യം ആ കല്ലിനുണ്ട്. അതല്ലാതെ ദിവ്യത്വപരമായ ഒരു പ്രാധാന്യം ആ കല്ലിനില്ല. ഉണ്ട് എന്നാരും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ പറഞ്ഞിട്ടില്ല. കഅബയെ തവാഫ് ചെയ്യുമ്പോൾ അമ്പലത്തിൽ നടത്തുന്ന പ്രദക്ഷിണം പോലെ എന്ന ഒരു വ്യാഖ്യാനം ഇസ്ലാമിന്റെ വിമർശകർ കൊടുക്കുന്നുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ വീടാണ് ഈ പള്ളി. ഈ പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ചിഹ്നമാണ്. ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒളുവെടുത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ഒരു രൂപമുണ്ട്. വലത് കാല് വച്ച് പ്രാർത്ഥനയോടെ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന പ്രാർത്ഥനയോടെ പള്ളിയിലേക്ക് പ്രവേശിച്ച് പള്ളിയിലേക്ക് ഓടി വന്ന് ഇരിക്കുന്നതിന് പകരം 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കണം. അത് പ്രബലമായ സുന്നത്താണ്. ഈ തഹിയ്യത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പള്ളിയെ ആദരിച്ചുകൊണ്ട് നമസ്കരിക്കൽ. എന്തിനാണ് പള്ളിയെ ആദരിക്കുന്നത്? അള്ളാഹുവിന്റെ വീടാണ്, അള്ളാഹുവിന്റെ ചിഹ്നമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ആദരിക്കുന്ന പോലെ അള്ളാഹുവിന്റെ വീടിനെയും നമ്മൾ ആദരിക്കണം. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ മാത്രമല്ല സ്നേഹിക്കുക, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടതിനെ മൊത്തം ഞാൻ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മാത്രമല്ല സ്നേഹിക്കുക, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടതിനെ നമ്മൾ സ്നേഹിക്കും. ഇതുപോലെയാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടതിനെ ഒക്കെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പള്ളി. അതുകൊണ്ട് ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് പള്ളിയെ ആദരിച്ചുകൊണ്ട് തഹിയ്യത്ത് നമസ്കരിക്കുന്ന പോലെ കഅബ എന്നത് പടച്ചവന്റെ വീടാണ്. അവിടെ ചെല്ലുമ്പോൾ തഹിയ്യത്തില്ല, മറിച്ച് തവാഫേ ഉള്ളൂ. അവിടെ തഹിയ്യത്തിന് പകരം കഅബയെ ആദരിക്കൽ, കഅബയെ ബഹുമാനിക്കൽ, ആരാധിക്കലോ ദിവ്യത്വപരമായ പരികൽപ്പന നടത്തലോ അല്ല, മറിച്ച് കഅബയെ ബഹുമാനിക്കുന്ന എൻ്റെ പടച്ചവന്റെ വീടാണ്. അതാണ് തവാഫ്. ഈ തഹിയ്യത്തിന് പകരം അവിടെ നടക്കുന്ന ആദരവിന്റെ പ്രതീകമാണ് തവാഫ് എന്ന് പറയുന്നത്. ഹാജിമാർ ഹജ്ജ് വേളയിൽ തവാഫ് നിർബന്ധമാണ്. അല്ലാത്തവര് കഅബയിലേക്ക് ചെല്ലുമ്പോൾ തവാഫ് അവർക്ക് സുന്നത്തുമാണ്. അപ്പൊ ഹാജിമാർ 7 പ്രാവശ്യം തവാഫ് ചെയ്യുന്നു. ഒരു ആന്റി ക്ലോക്ക് വൈസ് ആണ് തവാഫിന്റെ രീതി എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ കറക്കവും അങ്ങനെയാണ്. എല്ലാ ഗ്രഹങ്ങളും ഗോളങ്ങളും കറങ്ങുന്നത് ഈ രൂപത്തിലാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഒരു ഘടകമാണ് ഞാനും എന്ന ബോധ്യത്തിലേക്ക് ഹാജിയെ അത് എത്തിക്കുന്നു. തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേകമായ പ്രാർത്ഥനയൊന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഹജ്ജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല, അത് കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പണിയെടുക്കലാണ് ഹജ്ജ്, പ്രാർത്ഥിക്കലല്ല. പ്രത്യേകമായ ഒരു പ്രാർത്ഥനയും റസൂല് പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ കാണുന്നുള്ളൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ഇതല്ലാത്ത ഒരു പ്രാർത്ഥനയും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വച്ചിട്ടില്ല. അപ്പൊ അത് പ്രവൃത്തിയാണ് അവിടെ പ്രാർത്ഥനയേക്കാൾ നമ്മൾ കാണുന്നത്. തവാഫ് കഴിഞ്ഞാൽ പിന്നീട് ഹാജിമാര് പോകുന്നത് സഅയ് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമായ മറ്റൊരു കർമ്മം സഅയാണ്. ഈ സഅയ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പരിശ്രമം എന്നാണ്, ത്യാഗമെന്നാണ്. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. വമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. ഹജ്ജോ ഉംറയോ നിർവഹിക്കാനായിട്ട് ആരെങ്കിലും ഹറമിലേക്ക് പുറപ്പെട്ടാൽ അവർ സഅയ് ചെയ്യട്ടെ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. സഫ മർവ കുന്നുകൾക്കിടയിൽ ഓടുക. സഫയും മർവയും പുരാതനമായ അതിപുരാതനമായ രണ്ട് കുന്നുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ ഒരു സന്ദർഭത്തിലാണ് ആ കുന്ന് പ്രസിദ്ധി നേടിയത്. ഹാജറ ബീവിയുമായി ബന്ധപ്പെട്ട ചരിത്രമാണത്. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെയും, അന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം കൈക്കുഞ്ഞാണ്, അമ്മിഞ്ഞ പ്രായം മാറാത്ത കൈക്കുഞ്ഞായ ഇസ്മായിൽ, ഹാജറ ബീവി, രണ്ടുപേരെയും ഇന്ന് കഅബ ഇരിക്കുന്ന പ്രദേശത്ത് ഒരു ചെറിയ കുടില് കെട്ടി അവിടെ താമസിപ്പിച്ച് കയ്യിൽ കുറച്ച് വെള്ളവും കുറച്ച് കാരക്കയും സമ്മാനിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരെ ഇറാഖിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഹാജറ ബീവിയുടെ ചോദ്യം, ഇത് പടച്ചവന്റെ കൽപ്പനയാണോ? അതെ, പടച്ചവന്റെ കൽപ്പനയാണ്. താങ്കൾ പൊയ്ക്കൊള്ളുക, അള്ളാഹു ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളെ ഓർത്ത് പേടിക്കേണ്ടതില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിലേക്ക് പോയി, തിരിച്ചു പോകുന്ന സമയത്ത് മറഞ്ഞിരുന്ന് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ നമ്മെ കണ്ണീരണിയിക്കുന്ന പ്രാർത്ഥനകളാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്ക എന്ന നാടിന് വേണ്ടിയൊക്കെ അദ്ദേഹം അനവധി പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹാജറ ബീവിയുടെ കൈവശമുള്ള വെള്ളം തീർന്നു, കാരക്കയും തീർന്നു, അമ്മിഞ്ഞ വറ്റി, കുഞ്ഞ് കരയുന്നു. ഹാജറ ബീവിക്ക് ചിന്തിക്കാം, അള്ളാഹ് സഹായിക്കട്ടെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണല്ലോ ഇവിടേക്ക് വന്നത്, ഈ ഒരു അവസ്ഥയും സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്ന് അള്ളാഹ്ക്ക് അറിയാമല്ലോ. ഈ മൊട്ട മരുഭൂമിയിൽ ആകാശത്തൊരു പക്ഷി പോലും പറക്കുന്നില്ല, പച്ചവെള്ളം എവിടെയും കാണാനില്ല, പച്ചില എവിടെയും ദൃശ്യമല്ല. ഈ വിജനമായ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കിയത് പടച്ചവനല്ലേ? ആ പടച്ചവൻ അറിയാമല്ലോ ഞങ്ങളുടെ ഈ അവസ്ഥയും പ്രയാസങ്ങളുമൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ വെള്ളം തരേണ്ടത്, ഞങ്ങളുടെ പ്രയാസം അകറ്റേണ്ടത് പടച്ചവനല്ലേ? അവൻ സഹായിക്കട്ടെ എന്ന് വേണമെങ്കിൽ ഹാജറ ബീവിക്ക് ചിന്തിക്കാം. പക്ഷേ കുഞ്ഞിങ്ങനെ പ്രയാസപ്പെട്ട് കൈകാലിട്ടടിച്ച് മരണത്തിന്റെ വക്കിലേക്ക് എത്തിയപ്പോ ഹാജറ ബീവിക്ക് അമ്മിഞ്ഞയും വറ്റി. ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവിടെ കണ്ട രണ്ട് കുന്നുകൾ, അതാണ് സഫയും മർവയും, അടുത്തടുത്ത് കണ്ട രണ്ട് കുന്നുകൾ. ആദ്യം സഫയിലേക്ക് ഹാജറ ബീവി ഓടിക്കയറുന്നു, ദൂരേക്ക് നോക്കുകയാണ്. യാത്രാ സംഘങ്ങൾ ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടോ? ആ യാത്രാ സംഘങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ വെള്ളമുണ്ടായേക്കാം. വിജനമായ മരുഭൂമിയിലേക്ക് കണ്ണോടിച്ചു, ആരെയും കാണുന്നില്ല. വെപ്രാളപ്പെട്ടു വീണ്ടും താഴേക്കിറങ്ങി. തൊട്ടടുത്ത് അപ്പുറത്ത് അതിന്റെ മറുഭാഗത്ത് കണ്ട മറ്റൊരു കുന്നാണ് മറുവ. അവിടേക്ക് ഓടിക്കയറി അന്വേഷിക്കുന്നു, എവിടെയും. അപ്പോൾ 4 ദിക്കിലേക്കും അവർ നോക്കുകയാണ്. വിജനമായ മരുഭൂമിയിൽ പൊട്ടുപോലെ യാത്രാ സംഘങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ദിശയിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല. അതൊരു മാതാവിന്റെ പ്രയാസമാണ്. ആ മാതൃഹൃദയം എത്രമാത്രം വേദനിച്ചു കാണും. വീണ്ടും അങ്ങനെ ഓടിക്കയറി, 7 പ്രാവശ്യം അങ്ങനെ ഓടിക്കയറി എന്നാണ്. ഹജറ ബീവി വെപ്രാളപ്പെട്ട് ഓടിയെന്നാണ് ചരിത്രം പറയുന്നത്. ആ വെപ്രാളം നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു മാതൃഹൃദയത്തിന്റെ വേദനയാണ്. തൻ്റെ കുഞ്ഞ് മരണത്തിന്റെ വക്കിലേക്ക് അടുക്കുന്നു. 7ാമത്തെ പ്രാവശ്യവും ഓടിക്കയറി, രക്ഷയില്ല, ആരെയും കാണുന്നില്ല. ആ സമയത്താണ് തൻ്റെ കുഞ്ഞിന്റെ സമീപത്തൊരു അനക്കം ഹാജറ ബീവി കണ്ടത്. അവിടേക്ക് ഓടി വന്നു. നോക്കുമ്പോ എന്തോ പോലെ ഒരു അനക്കം പോലെ കാണുന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയായിരുന്നു. പെട്ടെന്നാണ് അവിടെ വെള്ളം പൊട്ടി ഒഴുകിയത്.
ശക്തമായ വെള്ളം അത് കുത്തി ഒഴുകുന്നു. തൻ്റെ കുഞ്ഞിന് വെള്ളം എടുത്തിങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല, വെള്ളത്തിന്റെ പ്രവാഹമാണ്. ആ സമയത്ത് ഹാജറ ബീവി പറഞ്ഞൊരു വാക്കാണ് സംസം. അത് അറബി വാക്കല്ല, അരാമിക് വേർഡാണ്. ആ വാക്കിന്റെ അർത്ഥം പതുക്കെ വരട്ടെ, മെല്ലെ വരട്ടെ, എൻ്റെ കുട്ടിക്ക് എടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ കുത്തി ഒലിച്ചു വന്നാൽ ഞാൻ എങ്ങനെ കൈക്കുമ്പിളിൽ ഈ വെള്ളം ശേഖരിക്കും, കഴിയുന്നില്ല. അതുകൊണ്ട് സം 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 സം, മെല്ലെ വരൂ, ശാന്തമായിട്ട് വരൂ, പതുക്കെ വരൂ, കുട്ടിക്ക് വെള്ളം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിൽ വരൂ. ഇതാണ് ഈ അരാമിക് വേർഡിന്റെ അർത്ഥം. അത് ലോക പ്രശസ്തമായ വാക്കായിട്ട് മാറി. ആ ഭാഷ ലോകത്തിൽ നിന്നില്ല. അരാമിക് എന്ന് പറയുന്ന ഭാഷ അസ്തമിച്ചു പോയി. പക്ഷേ സംസം എന്ന വാക്ക് ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ഒരു താങ്ങായി, തണലായി നിലനിൽക്കുന്നു. സംസം ഒരു പ്രതീക്ഷയാണ്. കാരണം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ത്യാഗസന്നദ്ധരാകാൻ തയ്യാറുണ്ടോ? പടച്ചവൻ സഹായിച്ചിരിക്കും. നിങ്ങൾ നിഷ്ക്രിയരാകരുത്, മടിയന്മാരും അലസന്മാരുമാകരുത് എന്ന ഒരു സന്ദേശമാണ് സഅയിലൂടെ ഹാജറ ബീവിയുടെ ആ ചരിത്രം, 5000 വർഷങ്ങൾക്കപ്പുറമുള്ള ആ ഒരു ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഹാജറ ബീവി നിഷ്ക്രിയയായില്ല, അവര് മടിച്ചു നിന്നില്ല, അവർ ഇടപെടുക, കഠിനാധ്വാനം ചെയ്യുക, പണിയെടുക്കുക. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക, പണിയെടുക്കുക. തീർച്ചയായും പടച്ചവന്റെ സഹായം നിങ്ങൾക്ക് വന്നെത്തും. അത് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നിങ്ങളുടെ ഭൗതികമായ ദുനിയാവുമായി ബന്ധപ്പെട്ട ഏത് കാര്യമാകട്ടെ, ഹലാലായ ഏത് കാര്യമാകട്ടെ, അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ത്യാഗസന്നദ്ധരാകാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അള്ളാഹു നിങ്ങളെ സഹായിച്ചിരിക്കും എന്ന പ്രതീക്ഷയാണ് സംസം. വറ്റാത്ത ഉറവയായിട്ട് ഇപ്പോഴും അവിടെ സംസമുണ്ട്. ലോകാവസാനം വരെ സംസമുണ്ട്. ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് ദാഹജലമായിട്ട്, കുടിനീരായിട്ട് ആ സംസം അവിടെയുണ്ട്. അതൊരു ദൃഷ്ടാന്തമാണ്. മക്കയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫീഹി ആയാത്തും ബയ്യിനാത്ത്. അവിടെ അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണാൻ കൊതിച്ചല്ലോ, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചല്ലോ. അപ്പൊ മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞത്, കാണാൻ പറ്റില്ല മൂസ, നിന്റെ മാംസ കണ്ണുകൊണ്ട് എന്നെ കാണാൻ കഴിയില്ല. ശരിയാണ്, ലോകത്താർക്കും അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. മനുഷ്യരുടെ മാംസ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധ്യമേ അല്ല. പക്ഷേ അള്ളാഹുവിനെ കാണുന്ന പോലെ തൻ്റെ ഹൃദയത്തിലുള്ള അള്ളാഹുവിനെ കാണുക എന്ന വികാരത്തെ ശമിപ്പിക്കാൻ, തൻ്റെ ഹൃദയത്തിന് സംതൃപ്തി നൽകാൻ, അള്ളാഹുവിനെ കാണുന്ന പോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മക്കയിലുണ്ട്. അതാണ് ഫീഹി ആയാത്തും ബയ്യിനാത്ത്. സംസം കണ്ടാ മതി, ആ സംസം മാത്രം മതി അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്താനും. കഅബ കണ്ടാ മതി, ഫീഹി ആയാത്തും ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം. അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്. എന്താണ് മഖാമു ഇബ്രാഹിം? ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം. നിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നിന്ന് പ്രാർത്ഥിച്ച സ്ഥലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ ചോട്ടിൽ മാത്രമല്ല നിന്നത്. ഇബ്രാഹിം നബി കഅബ നിർമ്മിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ എന്നെ ഒന്ന് പഠിപ്പിക്കൂ, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, എനിക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ഇബ്രാഹിം നബിയെ പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറഫയിലേക്ക് പോയി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിനായിലേക്ക് പോയി, മുസ്ദലിഫ അവിടേക്ക് പോയി, അതുപോലെ ജംറാത്ത് അവിടേക്ക് പോയി, തവാഫ് സഅയ് എല്ലാം ചെയ്തു. അപ്പൊ അറഫ, മിന, മുസ്ദലിഫ ഇവിടേക്കല്ല. അപ്പൊ അതൊക്കെ മഖാമു ഇബ്രാഹിമാണ്. ഇബ്രാഹിം പോയ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളൊക്കെ പവിത്രമാണ്. അവിടെയെല്ലാം ഫീഹി ആയാത്തും ബയ്യിനാത്ത്. അവിടെയൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണുന്ന പോലെ ദൃഷ്ടാന്തങ്ങൾ അവിടെ കാണാൻ കഴിയും. അവിടെയുണ്ട്. നിങ്ങളുടെ ദാഹം തീർക്കാനായിട്ട് അള്ളാഹുവിനെ കാണുക എന്ന ദാഹം, ആ ദാഹത്തെ ശമിപ്പിക്കാനുള്ള അടയാളങ്ങൾ മക്കയിലുണ്ട് എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അവിടെ പോയവർക്കറിയാം, കണ്ടവർക്കറിയാം. ദാഹം തീർത്തിട്ടാണ് ഹാജിമാര് തിരിച്ചു വരിക.
മനസ്സ് കുളിർത്തിട്ടാണ് ഹാജിമാര് തിരിച്ചു വരിക. അള്ളാഹിനെ കണ്ട പ്രതീതിയാണ് അവർക്കുണ്ടായിത്തീരുക. അള്ളാഹുവിന്റെ ഉറ്റമിത്രമായിട്ട് ഖലീലുള്ള അള്ളാഹുവിന്റെ ആത്മമിത്രമായി മാറിക്കൊണ്ടാണ് ഹാജിമാര് തിരിച്ചു വരുന്നത്. ഡോക്ടർ അലി ശരീഅത്തി എന്ന പ്രഗത്ഭനായ ഒരു ആധുനിക പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ഹജ്ജിന്റെ ആത്മാവ് എന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഹജ്ജിനെ നിരീക്ഷിക്കുന്നത് വേറിട്ട ഒരു ശൈലിയിലാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളാണ് മിന, മുസ്ദലിഫ, അതുപോലെ അറഫ. ആ പേരുകളെ എടുത്ത് അദ്ദേഹം ഹജ്ജിനെ നിർവചിക്കുന്നുണ്ട്. ഇപ്പൊ അറഫ എന്ന് പറയുമ്പോൾ ആ പേരിന്റെ അർത്ഥം തിരിച്ചറിവ് എന്നാണല്ലോ. അപ്പോൾ അറഫ എന്നതൊരു തിരിച്ചറിവാണ്. ആ അറബി വാക്കിന്റെ അർത്ഥം തിരിച്ചറിവ് എന്നാണ്. അപ്പൊ അറഫ എന്നത് ഒരു തിരിച്ചറിവാണ്, അഥവാ ഒരു സയൻസാണ്, ഒരു അറിവാണ്. പിന്നെ അവിടെ നിന്ന് പോകുന്നത് മുസ്ദലിഫയിലേക്കാണ്. മുസ്ദലിഫയുടെ മറ്റൊരു പേരാണ് മഷ്അറുൽ ഹറാം. മഷ്അർ എന്ന വാക്കിന്റെ അർത്ഥം അവബോധമെന്നാണ്. അവബോധമെന്നാണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് മിനായിലേക്കാണ്. മിനായിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം ഹാജിമാര് മിനായിലേക്ക്, അവർ താമസിക്കുന്ന റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ആദ്യം മിനായിലേക്ക്, മിനായിൽ നിന്ന് അറഫയിലേക്ക്, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക്, മുസ്ദലിഫയിൽ നിന്ന് വീണ്ടും മിനായിലേക്ക്. ഈ ഒരു കറക്കമാണ് ഹജ്ജ്. അതിന്റെ ഇടയിൽ തവാഫും സഅയും കല്ലേറും ഒക്കെ നടക്കുന്നു, അറവ് നടക്കുന്നു, ബലി നടക്കുന്നു. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളുടെ പേരുകളെ എടുത്തുകൊണ്ട് എന്തിനാണ് ഈ ഓട്ടം? അതിന്റെ ഒക്കെ ആത്മാവ് എന്താണ്? അറഫ തിരിച്ചറിവാണ്, മഷ്അറുൽ ഹറം അവബോധമാണ്. അപ്പോ തിരിച്ചറിവും അവബോധവും. മിന എന്നത് റിലീജിയനാണ്, മതമാണ്. അപ്പൊ ഒരു വിശ്വാസി മതത്തിലേക്ക് എത്തണമെങ്കിൽ, ഒരു വിശ്വാസി ഇസ്ലാമിലേക്ക് സമ്പൂർണമായിട്ട് പ്രവേശിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന് സയൻസ്, അവന്റെ അറിവ് ആവശ്യമുണ്ട്. 2 അറിവ് മാത്രം പോരാ, അവബോധം ആവശ്യമുണ്ട്. അപ്പോ അറഫയിൽ നിന്ന് അറിവും മഷ്അരിൽ ഹറാമിൽ നിന്ന് അവബോധവും കിട്ടിയ അവൻ കല്ലുകൾ പെറുക്കിയിട്ട് പുറപ്പെടുകയാണ് പിശാചിനെ എറിഞ്ഞോടിക്കാൻ. അറിവിന്റെ ശത്രുവായ, അവബോധത്തിന്റെ ശത്രുവായ, മനുഷ്യന്റെ ശത്രുവായ പിശാചിനെ എറിഞ്ഞോടിക്കാനുള്ള പുറപ്പാടാണ് മഷ്അറുൽ ഹറം അവിടുന്ന് ഹാജിമാര് ചെയ്യുന്നത് എന്ന വളരെ ബൗദ്ധികമായ ഒരു നിരീക്ഷണം ഡോക്ടർ അലി ശരീഅത്തി നടത്തുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ സംഗതികൾ ആവശ്യമുണ്ട്. അറിവ് ആവശ്യമുണ്ട്, അവബോധം ആവശ്യമുണ്ട്. ഈ 2ഉം ഹൃദയത്തിലേക്ക് ഉറച്ചാൽ മാത്രമേ നമ്മുടെ റിലീജിയൻ, നമ്മുടെ മതം, നമ്മുടെ ഭക്തി, നമ്മുടെ ആത്മീയത ശരിയാവുകയുള്ളൂ. ഈ ആത്മീയതയിലേക്ക്, യഥാർത്ഥ ആത്മീയതയിലേക്ക് ഒരു സത്യവിശ്വാസിയെ കൊണ്ടെത്തിക്കുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് ഹജ്ജ് എന്ന് ഡോക്ടർ അലി ശരീഅത്തി നിരീക്ഷിക്കുന്നു. ഹജ്ജ് നിസ്സാരമായ ഒരു കർമ്മമല്ല. ഹജ്ജിലെ പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മം ബലിയാണ്. അതിനെക്കുറിച്ച് പിന്നീട് സൂചിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ സഅയ് പഠിക്കേണ്ട ഒരു ഇബാദത്താണ്, കർമ്മമാണ്. അതുപോലെ തന്നെ തവാഫും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കർമ്മമാണ്. ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഹജ്ജിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് ഈ ഒരു ഇബാദത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ജനിച്ച കുട്ടിയെ പോലെ, മാതാവ് പ്രസവിച്ച ഒരു കുട്ടിയെ പോലെ പാപരഹിതനായി തിരിച്ചു വരുന്നു. കർമ്മങ്ങളെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സമീപിക്കാൻ പാടില്ല. കർമ്മങ്ങളുടെ ആത്മാവ് കൂടി നമ്മൾ കണ്ടെത്തണം എന്ന ഒരു സന്ദേശം കൂടി ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യാത്തവർക്ക്, നമ്മുടെ പ്രദേശത്തുള്ള ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന എന്നാൽ സാമ്പത്തികമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും വിശ്വാസത്തെ പുതുക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ മഖ്ബൂലായ മബ്റൂറായ ഹജ്ജൊക്കെ നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു അവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ
من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പെരുന്നാൾ നമസ്കാരം, ഈദ് നമാസ് 8:30 തന്നെ നമ്മുടെ ഈ പള്ളിയിൽ നടക്കും. എല്ലാ സഹോദരങ്ങളും സഹോദരികളും സമയക്രമം കൃത്യമായി പാലിക്കണം. ബലി കർമ്മം ഉള്ളതാണ്. ബലിയറക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് വ്യാപൃതരാകേണ്ടതുണ്ട്. പിന്നെ ബലി പെരുന്നാളിന് പള്ളിയിലേക്ക് വരുമ്പോൾ ലഘുവായ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരലാണ് അതിൻ്റെ സുന്നത്ത്. കഴിക്കാതെ വരലാണ് അതിൻ്റെ സുന്നത്ത്. ലഘുവായ ഭക്ഷണം മാത്രം എന്തെങ്കിലും കഴിക്കുക എന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് വരുന്നവർക്ക്, അങ്ങനെ ആഹാരം കഴിക്കാതെ വരുന്നവർക്ക് അതും അത്തരം പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 8:30 തന്നെ നമുക്ക് നമസ്കാരം ആരംഭിക്കണം. എല്ലാവരും കൃത്യസമയം പാലിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമസ്കാരം പള്ളിയിലാണ് നടക്കുക, ഈദ്ഗാഹല്ല. അതും സഹോദരിമാർ മനസ്സിലാക്കുക. അതേപോലെ നമ്മുടെ മംഗലാപുരം ഭാഗത്ത് നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഒരു ഷെരീഫ് സാഹിബുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്തും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുമൊക്കെ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സമുദായത്തിന് വേണ്ടി ധാരാളം സേവനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ, അതിൻ്റെ ഒരു നേതൃരംഗത്ത് ഒക്കെ നിന്നുകൊണ്ട് പണിയെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സൗഭാഗ്യം അല്ലാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് നിങ്ങൾക്കേറെ അറിയുന്ന ഒരു ചരിത്ര പുരുഷനാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചരമദിനവും കഴിഞ്ഞുപോയി. പക്ഷേ വലിയ ചർച്ചകളൊന്നും ഇവിടെ കണ്ടില്ല. നിങ്ങളുടെ ഒരു നാട്ടുകാരൻ ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ ടിപ്പു സുൽത്താൻ ആരായിരുന്നു എന്നത് ബ്രിട്ടീഷുകാരടക്കം നമ്മുടെ നാട്ടിലെ ഒരുപാട് ചരിത്രകാരന്മാരൊക്കെ നെഗറ്റീവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ചരിത്രത്തെക്കുറിച്ച് എൻ്റെ മുമ്പിലുള്ള പുതിയ തലമുറയോട് അഭ്യർത്ഥിക്കുകയാണ്, ടിപ്പുവിനെ നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ പഠനത്തിൽ അദ്ദേഹത്തെയും കൊണ്ടുവരണം. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ഈ നാടിനു വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയെന്നത് നിങ്ങളുടെ പഠന വിഷയമാവണം. ഇതൊരു നിർബന്ധ ബാധ്യതയായി നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് അദ്ദേഹത്തിൻ്റേത്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു പ്രയാസങ്ങൾ അകറ്റി സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ارض عن أربعة خلفاء الراشدين وأفضل أمراء المرشدين وهو الإمام الشفيق وأمير المؤمنين أبو بكر وعمر وعثمان وعلي رضي الله عنهم وعن بقية أصحاب رسولك صلى الله عليه وسلم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشوئ خلقنا بالنار ولا تجعلنا من خطب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.